അഭിലാഷേ, ഞങ്ങളൊക്കെ 2010-15 കാലത്ത് പഠിക്കുമ്പോൾ ഒരു സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച നമ്മുടെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു കേസ് പഠിക്കാനായിട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ദുർലഭമായിരുന്നു. എന്നാൽ ആ സാഹചര്യം മാറി. ഇന്ന് നമ്മുടെ ഈ തൊട്ട് ഗ്രാമാന്തരീക്ഷത്തിലുള്ള സ്കൂളുകളിലെ കുട്ടികൾ വരെ രുചിച്ചിട്ടുള്ള ഒന്നായി നമ്മുടെ സിന്തറ്റിക് ഡ്രഗുകൾ മാറിക്കഴിഞ്ഞു. ഞാനതിനകത്ത് ഇപ്പം ഈ അടുത്ത നാളിൽ ഉണ്ടായിട്ടുള്ള ചില ഭീകര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ലഹരിയുടെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് നമ്മുടെ മീഡിയയും നമ്മുടെ സർക്കാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും പോലീസും ഒക്കെ ആക്റ്റീവ് ആകുന്നതിനകത്തൊക്കെ ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇന്നലെയും കൂടെ ഡിസ്ചാർജ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് എന്നോട് പറയും, അവൻ +2 ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അവനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം, അവൻ 5ാം ക്ലാസ് 6ാം ക്ലാസ് കാലം മുതലേ തന്നെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ ഇന്നോ ഇന്നലെയോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത്. പക്ഷെ ഇതിന്റെ വ്യാപനം വളരെ ഭീകരമാണ്. എൻ്റെ ഡി അഡിക്ഷൻ സെന്റർ ഈ പയ്യന്നൂർ, കാസർഗോഡ്, മാംഗ്ലൂർ ബെൽറ്റിലാണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപയോഗം വളരെ അധികം കൂടുതലാണെന്നുള്ളത് ഇവിടെ വരുന്ന കേസുകളുടെ എണ്ണം. ഇപ്പം അഭിലാഷ് മുമ്പ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഡി അഡിക്ഷൻ സെന്ററിൽ ഉള്ളതിനകത്ത് ഒരു 50-60% കേസ് ആൽക്കഹോൾ കേസാണെങ്കിൽ ഇന്നതൊരു മൈനോറിറ്റി ആയി മാറി. യങ്സ്റ്റേഴ്സ്, അതിന്റെ ഏജ് ഡിഫറൻസ് വളരെ പ്രത്യേകതയുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു എബവ് 45 ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സെന്ററുകളിൽ ഒരു 12 വയസ്സ് മുതൽ ഡ്രഗ് അഡിക്ഷൻ വന്നിട്ടുള്ള. ഇനി അഡിക്ഷനകത്ത് പലപ്പോഴും നമ്മൾ ഈ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ, കഞ്ചാവിനെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഒരു പ്രതിയായിട്ട് കാണുന്നത്. പക്ഷെ സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, ഇന്നത്തെ ഈ ഡിജിറ്റൽ വിപ്ലവം അതൊരു വലിയ മാറ്റമാണ്. ഈ ഡിജിറ്റൽ വിപ്ലവ കാലത്ത് ധാരാളം ഗെയിമുകളുടെ ഇൻഫ്ലുവൻസ്, നമ്മൾ സിനിമയുടെ സ്വാധീനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇന്ന് ഒരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ കുട്ടികളിൽ കൂട്ടുന്ന തരത്തിലുള്ള ഗെയിമുകൾ വളരെ വ്യാപകമായിട്ടുണ്ട്. നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ഗെയിമുകൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ള, അതായത് ഓവർ സ്ക്രീൻ അഡിക്ഷൻ ഉള്ള കുട്ടികളാണ് അതിൻ്റെ ഒരു ലേറ്റർ ഇഫക്റ്റ് ആയിട്ട് ഈ അഡിക്ഷനിലേക്ക് വരുന്നത്. ഇത് ഫാക്റ്റ് വളരെ പ്രകടമാണ്. തീർച്ചയായും. അതിൽ സോണി, എനിക്കൊരു ചോദ്യമുള്ളൂ. ഇപ്പോൾ പറഞ്ഞു 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ ആ +2 കാലം വരെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന പേഷ്യന്റിനെ കുറിച്ച്. ഈ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടിക്ക് എവിടെ നിന്നാണ് സിന്തറ്റിക് ലഹരി കിട്ടുക? സാധാരണ നിലയ്ക്ക് ഇപ്പോൾ നോക്കൂ, ഒരു ചെറിയ കുട്ടി നമ്മുടെ നാട്ടിൽ പോയി സിഗരറ്റ് വാങ്ങാൻ പോലും പറ്റില്ല, ഒരു പെട്ടിക്കടയിൽ പോയി സിഗരറ്റ് വാങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ ഇത് വ്യാപകമായി കുട്ടികൾക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് എന്താണ്? അഭിലാഷേ, മോസ്റ്റ്ലി ഇതിന്റെ ഒരു കണക്ഷൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, മോസ്റ്റ്ലി നമുക്കറിയാം ഇത് വളരെ കോസ്റ്റ്ലിയാണ്, റെയറാണ്. പക്ഷേ ഇതിന്റെ വ്യാപനം, പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ എവിഡന്റ് ആയത് ഈ കോവിഡ് അനന്തരമാണ്. അപ്പൊ അതിനുശേഷം കുട്ടികളുടെ ഇടയിലേക്കുള്ള മൊബൈൽ ഫോണിന്റെ ആക്സസ് വളരെ ഭീകരമായിട്ട് കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ അച്ഛൻ്റെ അമ്മയുടെ മൊബൈലായിരുന്നു ഉപയോഗിക്കുന്നതെങ്കിൽ ആ കാലം മാറി. ഇന്ന് ഓരോ കുട്ടിക്കും സ്വന്തമായിട്ട് മൊബൈലായി, സ്വന്തമായിട്ട് അക്കൗണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സോഴ്സിനെ വിനിയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിലേക്ക് ഇത് എത്തുന്നത്. ഇനി നമുക്കറിയാതെ നെറ്റ്വർക്ക് വളരെ വലുതാണ്. ഇപ്പം ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു രസത്തിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. പക്ഷെ ഇത് ശരിക്കും കേവലം ഉപയോഗത്തിന് ശേഷം ഇവരൊക്കെ ഈ ഡ്രഗ് പെഡലേഴ്സായി മാറുന്ന, ക്യാരിയേഴ്സായി മാറുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ലഹരിയുടെ വ്യാപനം കൂടുന്നത്. 1-2 തവണ ഉപയോഗിച്ചതിന് ശേഷം ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ലഹരി ഉപയോഗിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിയാണ്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു 10 കുട്ടികളെ കാണുക, അങ്ങനത്തെ 10 കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു ചെയിൻ വഴിയാണ്. ഇപ്പം 2000 രൂപയുടെ ഒരു ലഹരി അത് 8000-10,000 രൂപയ്ക്ക് കൊടുത്ത് അടുത്ത ലാർജർ ക്വാണ്ടിറ്റിയിലേക്ക്, അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ടും ഒരു അവസരം വരുന്നു. ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് സിസ്റ്റം ബേസ്ഡ് ഓൺ നമ്മുടെ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ. തീർച്ചയായും ഗൗരവമുള്ള സാമൂഹ്യ സാഹചര്യമാണ്.